നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം തിരുവാണിയൂരിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് മരണത്തിന് 20 മണിക്കൂർ മുമ്പാണ് എന്നുള്ള വ്യക്തമായ വിവരം വരികയാണ്. കുട്ടി മരിക്കുന്നതിനും അന്ന് രാവിലെയും സമാനമായ സംഭവം കുട്ടിക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്ന് പറയുമ്പോൾ 20 മണിക്കൂർ മുമ്പാണ് ആ കുട്ടി പീഡനത്തിന് ഇരയായത് എന്നുള്ള വ്യക്തമായ വിവരമാണ് വരുന്നത്. ഫോറൻസിക് സർജനാണ് വിവരം പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. കുട്ടിയുടെ സംസ്കാരത്തിന് ശേഷം പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുകയും ആണ് ഉണ്ടായിരുന്നത്. ചോദ്യം ചെയ്തും ആദ്യം വിട്ടയക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീടാണ് പീഡനം നടന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഇയാൾ മാത്രമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത്. അതായത് കുട്ടിയുടെ മുത്തശ്ശൻ ആശുപത്രിയിലായതുകൊണ്ട് തന്നെ കുട്ടിയുടെ പിതാവും ഈ കുട്ടിയുടെ പിതാവിന്റെ അമ്മയും ആശുപത്രിയിലായിരുന്നു. കുട്ടിയും ഇയാൾ മാത്രമാണ് ആ സമയങ്ങളിലൊക്കെ തന്നെ വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി 20 മണിക്കൂറിന് മുൻപും പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇയാൾ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളിലേക്ക് ആദ്യം കാര്യങ്ങൾ എത്തിയത്. ഇയാളുടെ മുറിയിൽ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റിലും ധരിച്ച വസ്ത്രങ്ങളും അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രതിയെ നിരീക്ഷിക്കാനായി മാത്രം 20-ലേറെ പോലീസുകാരാണ് നിയോഗിച്ചത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ഡോക്ടർമാർ അറിയിച്ചതിന് പിന്നാലെയാണ് ഇയാളെ പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങിയത്. പിന്നീട് പുത്തൻകുരിശ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളുടെ പിതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എല്ലാവരും ആശുപത്രിയിലേക്ക് പോയിരുന്നു. ഈ സമയത്ത് വീട്ടിൽ പ്രതി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തി. ആദ്യം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്ത ശേഷം പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയാണ് 20 പോലീസുകാരെ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കുഞ്ഞിനെ ഭർത്താവിന്റെ ഇളയ സഹോദരൻ പീഡിപ്പിച്ച കാര്യം യുവതിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. കൊലപാതകം പീഡനവും തമ്മിൽ ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് വരും ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരാനാണ് സാധ്യത. പോക്സോ കേസിൽ റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 22-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 4 വയസ്സുകാരെ കൊലപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പും പീഡിപ്പിച്ച കേസിലെ പ്രതി കൊച്ചുകുട്ടികളോട് ലൈംഗിക ആസക്തി, അതായത് പീഡോഫിലിക് പ്രകടിപ്പിക്കുന്ന ആളാണ് എന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. മാത്രമല്ല ഈ കുട്ടിയുമായി ഇടയ്ക്കിടയ്ക്ക് ഇയാൾ അംഗനവാടിയിൽ വരികയും കുട്ടിയെ അംഗനവാടിയിൽ ആക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളോടും ഇയാൾ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് പെരുമാറിയത്. അയൽപക്കക്കാർക്ക് അടക്കമുള്ളവർ പറയുന്നത് അതായത് സമപ്രായക്കാരോടൊന്നും തന്നെ ഇയാൾക്ക് വലിയ സൗഹൃദമില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല സ്ത്രീകളോടുള്ള പെരുമാറ്റവും ഇയാൾക്ക് വലിയ താല്പര്യമില്ലാതെയാണ് കണ്ടുവരുന്നത്. സ്ത്രീകളോട്, അതായത് വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് വിവാഹ ജീവിതം വേണ്ട, എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല എന്നായിരുന്നു ഇയാളുടെ സംസാരവും ഉത്തരവും. പക്ഷേ ഇയാൾ എപ്പോഴും കുട്ടികളെ സ്നേഹിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും ഇയാളോട് പറഞ്ഞിരുന്നു കുട്ടികളെ ഇത്രയും സ്നേഹിക്കരുത്, കാരണം അച്ഛനമ്മമാർക്ക് അവർ വിട്ടുകൊടുക്കണം, അച്ഛനമ്മമാരുടെ സ്നേഹവും കൂടി ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഇയാൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് വളർത്തിയത് കൊണ്ട് തന്നെയാണ് ആ കുട്ടിക്കും ഇയാളെ മതി എന്നുള്ളൊരിതിൽ കൊച്ചച്ഛൻ എന്ന് പറയുമ്പോൾ കുട്ടിക്കും വലിയ സ്നേഹം തോന്നാൻ കാരണം എന്ന് പറയുന്നത്. അങ്ങനെ ആരെയും കാണിക്കാതെ വളർത്തുന്നത് പോലെ വളർത്തി, എന്നാൽ തനിക്ക് എത്രത്തോളം മൃഗീയമായി പെരുമാറാൻ കഴിയുമോ അത്രത്തോളം മൃഗീയമായി കുഞ്ഞിനോട് പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ പിഞ്ചു കുഞ്ഞ് മരിക്കുന്നതിനും 20 മണിക്കൂർ മുമ്പും വളരെ വേദന അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്നൊന്നും തന്നെ ആരും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരെല്ലാവരും തന്നെ ആശുപത്രിയിലായിരുന്നു. എന്തായാലും മറ്റു കുട്ടികളെ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നിർണായകം. പ്രതിയുടെ ഇത്തരം സ്വഭാവ വൈകൃതത്തിന്റെ സൂചനകൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ലഭിച്ചത്. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. കുട്ടിയെ പുഴയിലെറിഞ്ഞതായി കുറ്റസമ്മതം നടത്തിയെങ്കിലും കൊലപാതകത്തിനുള്ള കാരണങ്ങൾ അമ്മ വ്യക്തമായി പറയുന്നില്ല. മാത്രമല്ല ഇയാളുമായി പോലീസ് സംഘം ആശുപത്രിയിൽ നിന്നും ഈ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ എങ്ങനെ ജനം പ്രതികരിക്കണമെന്ന് കണ്ടറിയണം. എന്തായാലും കുട്ടിയെ പ്രതി 1 വർഷത്തിലേറെയായി പീഡിപ്പിക്കുന്ന വിവരം അറിഞ്ഞിരുന്നില്ലെന്നാണ് അമ്മ മൊഴി നൽകിയിട്ടുള്ളത്. കുട്ടിയോടുള്ള പ്രതിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ അറസ്റ്റിലായ ദിവസം അമ്മ പോലീസിന് നൽകിയിരുന്നു. അമ്മയുടെ മൊഴികളിലെ സൂചനയ്ക്കൊപ്പം സാഹചര്യ തെളിവുകളും ലഭിച്ചതോടുകൂടിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനായി പോലീസ് ഉറപ്പിച്ചത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കേസിന് കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. 3 വയസ്സ് മുതൽ പ്രതി കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം ഇന്നലെ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അംഗനവാടിയിൽ വന്നാൽ ഇയാൾ എപ്പോഴും
കുട്ടികളോട് പെരുമാറുമായിരുന്നു, എന്നാൽ സംസാരിക്കുമായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആയമാരോടോ അല്ലെങ്കിൽ മറ്റ് ടീച്ചർമാരോടോ ഒന്നും തന്നെ വലുതായി സംസാരിക്കുന്ന ഒരാളായി കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അയൽവക്കക്കാരുടെ അടക്കമുള്ളവരുടെ വിവരങ്ങൾ അവരുടെയൊക്കെ തന്നെ ഞെട്ടൽ പുറത്തു വരുമ്പോൾ അവരുടെ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. നല്ല അഭിപ്രായമായിരുന്നു. ഈ സംഭവം നടക്കണേപ്പാണ്ട് മുമ്പ് നല്ല അഭിപ്രായമായിരുന്നു. ഒരു മദ്യപിക്കില്ല, പുകവലിക്കില്ല, കൊച്ചിനെയും കൊണ്ട് പോയി പലഹാരം മേടിച്ചു പോകാൻ പോകണം, തിരിച്ചു വന്ന് കൊച്ചിനെ കൊണ്ട് വേണമെങ്കിൽ വേറെ വല്ല പുറത്തോട്ട് പോകാൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകും. പുള്ളി പുറത്തോട്ട് പോകുകയാണെങ്കിൽ 90% കൊച്ചുണ്ടാവും. പണിക്ക് പോകുമ്പോൾ മാത്രമാണ് കൊച്ചില്ലാത്തുള്ളൂ, ബാക്കി എല്ലാം പോയി കഴിഞ്ഞാലും കൊച്ചുണ്ടാവാറുണ്ട്. അങ്ങനെ രഹസ്യമായ സ്ഥലത്തോട്ടൊന്നും പോകില്ല. പുള്ളി പോകുന്നത് ഈ വണ്ടി കൊണ്ട് പോയി താഴെ ഒരു റോഡുണ്ട്, അവിടെ പോയി കൊച്ചു ഒച്ചപ്പാണ്ടാകും. ഇവൻ വരുമ്പോഴത്തേക്കും സിംഗ വണ്ടി താഴെ പോകാമെന്ന് പറയും. അപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും, വീട്ടിൽ വരും. എന്നിട്ട് പിന്നെ കടയിൽ പോകാമെന്ന് പറയുമ്പോൾ കടയിലും പോകും. അല്ലാണ്ട് വേറെ അതിനകത്ത് ഈ വേറെ സ്ഥലത്തോട്ടൊന്നും പാടില്ല. അവൾക്ക് കൊച്ചിനെ സ്നേഹിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു, എടാ നിൻ്റെ ഈ ഓവറായിട്ടുള്ള എപ്പോഴും കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നത് ആ പരിപാടി നിർത്ത്. കാരണം അവൾക്ക് ഇട്ട് കൊടുക്കുക. നീ എന്തിനാ, നീ കൊച്ചിനെ അവർ കഴിഞ്ഞിട്ട് നീ ഉള്ളൂ. നീ ഓവറായിട്ട് ഈ കൊച്ചിനെ സ്നേഹിക്കണ്ട. ഈ പലഹാരം മേടിക്കില്ല, വേറെ ഉള്ള മറ്റുള്ള രീതിയിലൊന്നും അവ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊന്നും അന്നൊന്നും ആർക്കും സംശയമില്ല. നമ്മൾ സംശയിക്കുമല്ലോ, കാരണം കൊച്ചച്ഛനാ അതേപോലെ സ്നേഹമുണ്ട്. ഇവൻ എന്താ പറയുക, വേറെ ആരുമായിട്ട് കൂട്ടില്ല. ഈ പിള്ളേരായിട്ട് എന്നാൽ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരായിട്ട് കൂട്ടിവിടുക, അല്ലെങ്കിൽ നീ കൊച്ചു പിള്ളേരായിട്ട് മാത്രമാണ് കൂട്ടുള്ളൂ. പിള്ളേരായിട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സംഘം പിള്ളേരുണ്ടായിരുന്നല്ലോ, ആ പിള്ളേരോട്ടല്ലേ ഭയങ്കര കമ്പനി. ആ പിള്ളേരോട് അങ്ങനെയില്ല. എന്നാലും ഈ കൊച്ചെപ്പോഴും ഉണ്ട്. വേറെ പിള്ളേരോടൊക്കെ സ്നേഹം വിളിക്കും.